ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമുക്ക് ഫേസ്ബുക്ക് പിക്സൽ എങ്ങനെ നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ആഡ്സ് മാനേജറിൽ പോവാം. ആഡ്സ് മാനേജറിൽ പോയിട്ട് ഇതാണ് നമ്മളെ ആഡ്സ് മാനേജർ. അവിടെ നമുക്ക് ഇതിൻ്റെ അക്കൗണ്ട് നമുക്ക് പേജ് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാം. അത് ഓപ്ഷൻ ഉണ്ടാവുന്നത് നമ്മുടെ ഇവിടെ ഉണ്ടാവും, ക്യാമ്പയിൻ്റെ ഇവിടെ നമ്മൾ സ്കൈ പിക്സൽ എന്നാണ് എൻ്റെ പേജിൻ്റെ പേര്. അപ്പോൾ നമ്മൾ രണ്ടും ഒരേ ആക്കി വെക്കാം. എന്നിട്ട് നമ്മളെ ബിസിനസ് സെറ്റിങ്സിൽ പോവാം. ബിസിനസ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് ഡാറ്റ സോഴ്സ് എടുക്കാം. ഡാറ്റ സോഴ്സിൽ പിക്സൽ കാറ്റലോഗ് ഉണ്ടോ, പിക്സലിൽ നേരിട്ട് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഡാറ്റ സൈസിൽ പോയിട്ട് ആഡ് കൊടുക്കാം. ആഡ് കൊടുത്തിട്ട് നമ്മുടെ പിക്സലിൻ്റെ നെയിം ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ കൊടുക്കുന്നത് സ്കൈ പിക്സൽ ഡാറ്റ സെറ്റ് എന്ന് കൊടുക്കാമെന്ന്. പിക്സൽ ഡാറ്റ സെറ്റ് ക്രിയേറ്റ് കൊടുക്കാം. ക്രിയേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഇൻ്റർഫേസിൽ വരും. അതിൽ ഫസ്റ്റ് നമുക്ക് കണക്റ്റഡ് അസറ്റ്സ് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിലുണ്ടാവും കണക്റ്റഡ് അസറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക, ആഡ് അസറ്റ് കൊടുക്കുക. ആഡ് അസറ്റിൽ നമ്മുടെ സ്കൈ പിക്സലിൻ്റെ പേജ് നെയിം ആഡ് കൊടുക്കാം. സ്കൈ പിക്സൽ എന്നുള്ള എൻ്റെ പേജാണ് കേട്ടോ, അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. എന്നിട്ട് നമ്മൾ ഈവൻറ്റ് മാനേജർ ക്ലിക്ക് ചെയ്യാം. ഈവൻറ്റ് മാനേജറിലാണ് നമ്മൾ വെബ്സൈറ്റായിട്ട് കണക്ട് ചെയ്യുന്ന ഇൻ്റർഫറൻസ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, ചെക്ക് എലിജിബിലിറ്റി. ഓക്കെ, ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഫസ്റ്റ് വരുന്ന സെറ്റപ്പ് എ കൺവേർഷൻ API to help decrease cost per action, കണക്ട് ടു ചാറ്റ് ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുന്നതിൽ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഇൻ്റർഫറൻസ് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ടോ നോക്കുക. ചിലപ്പോൾ എൻ്റെ ഇതിൽ ഇങ്ങനെയാണ് വരുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ ചിലപ്പം ഡെയിലി അപ്ഡേറ്റ് വരുന്നുണ്ട് തോന്നുന്നു ഫേസ്ബുക്കിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇതിൽ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വിൻഡോ വരും. നെക്സ്റ്റ് സെറ്റപ്പ് വിത്ത് പാർട്ട്ണർ ഇൻ്റഗ്രേഷൻ, സെറ്റപ്പ് വിത്ത് കൺവേർഷൻ API ഗേറ്റ്വേ. നമുക്ക് ഫസ്റ്റ് സെറ്റപ്പ് വിത്ത് പാർട്ട്ണർ ഇൻ്റഗ്രേഷൻ കൊടുക്കാം. അതിലാണ് നമ്മൾ വേർഡ്പ്രസ്, ഷോപ്പിഫൈ അങ്ങനെ എല്ലാ ഇൻ്റഗ്രേഷനും വരുന്നത് ഈ ഒരു ഓപ്ഷനിലാണ്. അങ്ങനെ നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇതിൽ കാണാം, നമുക്ക് വേർഡ്പ്രസ് കാണാം. API വേർഡ്പ്രസ്. ഓക്കെ, വേർഡ്പ്രസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷൻ വരും, കണക്ട് യുവർ വേർഡ്പ്രസ് അക്കൗണ്ട് ടു മെറ്റ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ വേർഡ്പ്രസ്സിൻ്റെ അഡ്മിൻ പാനലിൽ പോകണം. വേർഡ്പ്രസ്സിൻ്റെ അഡ്മിൻ പാനലിൽ പോവാം. വേർഡ്പ്രസ്സിൻ്റെ അഡ്മിൻ പാനലിൽ പോകാൻ നമുക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് നെയിം / പിന്നെ അഡ്മിൻ WP അടിച്ചു കഴിഞ്ഞാൽ വേർഡ്പ്രസ്സിൻ്റെ ഇതിൽ പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഹോസ്റ്റിഞ്ചർ വഴിയാണെങ്കിൽ ഹോസ്റ്റിഞ്ചർ എടുത്തിട്ട് അതിൽ നമുക്ക് അഡ്മിൻ പാനലിൽ പോയാലും മതി. ഹോസ്റ്റിഞ്ചർ ലോഗിൻ ചെയ്യാം. അത് നമ്മൾ ഇമെയിൽ പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്താൽ ഇങ്ങനൊരു ഹോസ്റ്റിഞ്ചറിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെ വരും. ഇത് നമ്മളെ വെബ്സൈറ്റിൻ്റെ പേര്, എൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് സ്കൈ പിക്സൽ പ്രൊമോഷൻസ്, സ്കൈ പിക്സൽ മാർക്കറ്റിംഗ് ഓൺലൈനാണ്. അഡ്മിൻ പാനലിൽ എടുക്കാം. റീഡയറക്റ്റ് ചെയ്തിട്ട് നമ്മൾ വേർഡ്പ്രസ്സിൻ്റെ അഡ്മിൻ ഏരിയയിൽ പോകും. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്ലഗിൻ എടുക്കാം. പ്ലഗിൻസ്
ആഡ് ന്യൂ പ്ലഗിൻ. അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഫേസ്ബുക്ക് പിക്സൽ. ഫേസ്ബുക്ക് പിക്സൽ. അതിൽ നമുക്ക് നാലാമത് കാണുന്നത് മെറ്റാപിക്സൽ ഫോർ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേറ്റ്. ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോകാനുള്ളത് മെറ്റാപിക്സലിൻ്റെ സെറ്റിങ്സിൽ പോവാം. നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിനുള്ള സെറ്റിങ്സ്. ഇവിടെ മെറ്റാപിക്സൽ വേർഡ്പ്രസ് ഫോർ വേർഡ്പ്രസ്. അതിൽ നമുക്ക് സെറ്റിങ്സിൽ പോകണം. സെറ്റിങ്സിൽ പോയിട്ട് സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, കണക്ട് യുവർ ബിസിനസ് ടു ഫേസ്ബുക്ക്. ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ഏതാണോ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട FB അക്കൗണ്ട് അത് ലോഗിൻ ആയി വെക്കുക. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. നമ്മുടെ പേജിലേക്ക് ഡയറക്റ്റായിട്ട് പോകുന്നതാണത്. പേജ് ഏതാണെന്ന് നോക്കുക. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മിനിമൈസ് ചെയ്യുക. സ്റ്റാർട്ടഡ് ലോഗിൻ ചെയ്തു. അപ്പോൾ ബിസിനസ് മാനേജർ ഫേസ്ബുക്ക് പേജ് ഏതാണെന്ന് കൊടുക്കുക. ഫേസ്ബുക്ക് പേജ് സ്കൈപിക്സൽ. നെക്സ്റ്റ് സ്കിപ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ ആഡ് പ്രൊഫൈൽ കൊടുത്താൽ മതി, ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ചെയ്യാത്തതുകൊണ്ട് നെക്സ്റ്റ് അടിക്കാം. അതിൽ നമുക്ക് ഓൾ ആഡ് അക്കൗണ്ട് സ്കൈപിക്സൽ കൊടുക്കാം. ഇതൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ. ആഡ് അക്കൗണ്ട് എല്ലാം ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആഡ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനുള്ള വീഡിയോ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യാം. നമുക്ക് പിക്സൽ സ്കൈപിക്സൽ പിക്സൽ ഡാറ്റ സെറ്റ് നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തില്ലേ, ആ പിക്സലാണ് ഇവിടെ കൊടുക്കേണ്ടത്. മെറ്റാപിക്സൽ. നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിക്കുമ്പോൾ മാനേജ്മെൻറ്റ് എക്സ്റ്റൻഷൻ വരും. നെക്സ്റ്റ് അടിക്കാം. അത് വേർഡ്പ്രസ്സിനായിട്ട് ലിങ്ക് ചെയ്യാണ്. ജസ്റ്റ് കുറച്ച് ടൈം എടുക്കും. ലിങ്കിങ് വേർഡ്പ്രസ് ആപ്പി. ഓക്കെ, യു ഹാവ് നൗ ലിങ്ക്ഡ് വിത്ത് ഫേസ്ബുക്ക്. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ട്രസ്റ്റ് ദിസ് സൈറ്റ്. അത് ടിക്ക് ചെയ്യുക. ഐ അഗ്രി ടു ഷെയർ മൈ ടോക്കൺ ടു ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് നമ്മൾ ഇവൻറ്റ് മാനേജറിൽ ഒന്നുകൂടി പോവുക. അവിടെ വെരിഫൈ കണക്ഷൻ. അതിൽ നമ്മൾ URL പേജ് അടിച്ചു www.skypixel അതാണ് എൻ്റെ വെബ്സൈറ്റിൻ്റെ പേര്. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻഡ് ടെസ്റ്റ് ട്രാഫിക് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ നമ്മളെ വേർഡ്പ്രസ്സിൻ്റെ ഇൻ്റർഫേസിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. കണക്റ്റഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് അവിടെ പോയി നോക്കാം. ഓക്കെ, ഇവിടെ കണ്ടോ ആക്റ്റീവ്. നെക്സ്റ്റ് അടിക്കാം. അപ്പോൾ നമ്മളെ മെറ്റാപിക്സലും നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റും ലിങ്ക് ആയിട്ടുണ്ട്. ഇവിടെ നമ്മളെ വെബ്സൈറ്റ് URL ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഫിനിഷ്. ഓക്കെ,
ഇപ്പോൾ നമ്മൾ മെറ്റാപിക്സലും നമ്മുടെ വെബ്സൈറ്റുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. അതിൻ്റെ ഡാറ്റാബേസ് നമുക്ക് ഇവിടെ കാണാം. സ്കൈ പിക്സൽ ഡാറ്റ സെറ്റ് കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് മാനേജറിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സെറ്റിങ്സ്, ആഡ് ക്യാമ്പയിൻസിൽ പോവാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ക്യാമ്പയിൻ നമ്മൾ ഈ അക്കൗണ്ടിലുള്ളത് നമ്മളെ പേജിൻ്റെ നെയിം ആയിരിക്കണം, ബിസിനസ് അക്കൗണ്ട് ആയിരിക്കണം. അപ്പോഴേ നമ്മളെ ബിസിനസ് അക്കൗണ്ടിൽ നിന്ന് ക്യാമ്പയിൻ പോവുകയുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ സ്കൈ പിക്സൽ മാറ്റി കൊടുക്കുക. ഇതാണ് നമ്മളെ പേജ് നെയിം. ഇവിടെ നമ്മളൊരു ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. അതിൽ പിക്സൽ ആയിട്ടുണ്ടോ, ആഡ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് കാണിച്ചു തരാം. ക്യാമ്പയിൻസിൽ പോവാം. എഡിറ്റിൽ ഓപ്ഷൻ ടൈപ്പ് നമുക്ക് ലീഡ്സാണ് വേണ്ടത്. ലീഡ്സ് കൊടുക്കാം. ലീഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ വരും. സെറ്റിൽ പോയാൽ നമ്മുടെ പിക്സൽ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. നമ്മൾ പിക്സലിലാണ് സ്കൈ പിക്സൽ ഡാറ്റ സെറ്റ്. പിക്സൽ ആഡ് ആയിട്ടുണ്ട്, പിക്സൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ആഡ് വഴി ഫേസ്ബുക്കിൽ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ട്രാഫിക്കെല്ലാം നമുക്ക് ഈ പിക്സൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര ട്രാഫിക് വന്നൊന്നും അതിലുള്ള കൺവേർഷൻ റേറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ പിക്സൽ സെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്തിടുക. ഓക്കെ, താങ്ക് യു.